പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സ്വഹാബത്തും ഇങ്ങനെ നടന്നു വരികയാണ്. നബിതങ്ങളും സ്വഹാബത്തും ഇങ്ങനെ നടന്നു വരുമ്പോൾ ഒരൊഴിഞ്ഞ ഭാഗത്തിങ്ങനെ കുറച്ച് ആൾക്കാരിങ്ങനെ കൂടി നിൽക്കുന്നത് നബിതങ്ങൾ കാണുകയുണ്ടായി. അപ്പം അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ കൂടെ വന്ന സ്വഹാബത്തിനോട് ചോദിച്ചു, അവിടെ എന്താ കുറച്ച് ആളിങ്ങനെ കൂടി നിൽക്കുന്നല്ലോ, എന്താണ് സംഭവമെന്ന് നബിതങ്ങൾ അവിടെ നിന്ന് തിരക്കുകയുണ്ടായി. അപ്പോൾ സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചോദ്യം കേട്ടപ്പോൾ സ്വഹാബികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറഞ്ഞു, നബിയെ, അവിടെ ഒരു ഖബറ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു ജനാസ ഖബറടക്കുന്നതിന് വേണ്ടി ഖബറ് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് തൻ്റെ സ്വഹാബത്ത് അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ നബിതങ്ങൾ പെട്ടെന്ന് നടക്കാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് വല്ലാത്ത സ്പീഡിൽ നബിതങ്ങൾ ആ ഖബറിൻ്റെ ചാരത്തേക്ക് പോകാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വന്നപ്പോൾ സ്വഹാബത്ത് ഖബറ് കുഴിച്ചുകൊണ്ടിരിക്കുന്നവരൊക്കെ മാറി നിന്നു. നബി വളരെ പെട്ടെന്ന് ഓടി വന്ന് നബിതത്ത് വന്നിട്ട് ഇങ്ങനെ നബിതങ്ങൾ ഖബറിലേക്ക് നോക്കിയിരിക്കാൻ തുടങ്ങി. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ആരോടും മിണ്ടുന്നില്ല. ആ കുഴിച്ചുകൊണ്ടിരിക്കുന്ന ഖബറിനകത്തേക്ക് നോക്കിയിട്ട് നബിതങ്ങൾ അവിടെ ഇരുന്ന് കരയാൻ തുടങ്ങി. നബിതങ്ങളുടെ കണ്ടടങ്ങൾ നിറഞ്ഞൊഴുകുന്നുണ്ട്. താടിരോമത്തിലൂടെ വാരിയിട്ടിരിക്കുന്ന മണ്ണിൻ്റെ മുകളിലേക്ക് നബിതങ്ങളുടെ കണ്ണുനീര് വീഴുന്നുണ്ട്. സഹാബത്ത് മുഴുവനും നബിതങ്ങളുടെ കൂടെ വന്നവരും ഖബറ് കുഴിച്ചവരും എല്ലാവരും നബിതങ്ങളുടെ ചുറ്റുഭാഗത്ത് മുഴുവനും സ്വഹാബത്ത് വന്ന് നിൽക്കുന്നുണ്ട്. ലോകത്തിൻ്റെ നേതാവ് ഒന്നും മിണ്ടാതെ ഖബറിൻ്റെ ചാരത്തിരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബത്തിൻ്റെ എതിരെ തിരിഞ്ഞിരുന്നു. ആ ഖബറിൻ്റെ ഭാഗത്ത് നിന്ന് തൻ്റെ ചുറ്റുഭാഗത്ത് നിൽക്കുന്ന അനുചരന്മാരുടെ നേരെ തിരിഞ്ഞിട്ട് അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, യാ ഇഖ്വാനി, ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്കും വരും സ്വഹാബ. ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബർ കാണിച്ചു കൊടുത്തിട്ട് നബിതങ്ങൾ തൻ്റെ സ്വഹാബത്തിനോട് പറയുകയാ, ഇതുപോലെ ഒരു ദിവസം നിങ്ങൾക്കും വരുമെന്ന് നബിതങ്ങൾ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമ്പോ ഈ മദ്രസയുടെ മുമ്പിൽ വഅ്ള് പറയുന്ന ഞാനാകട്ടെ, വഅ്ള് കേൾക്കുന്ന നിങ്ങളാകട്ടെ, നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യം, അങ്ങനെ ഒരു ദിവസം എൻ്റെയും നിങ്ങളുടെയും വീട്ടിലേക്ക് കടന്നു വരും. അങ്ങനെ ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരും. ആ ഒരു ചിന്തയൊന്നും എനിക്കുമില്ല, നിങ്ങൾക്കുമില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മയില്ലാതെ നടക്കുകയാ. നമുക്ക് മരണത്തെക്കുറിച്ചോ ഖബറിനെ കുറിച്ചോ നരകത്തെക്കുറിച്ചോ പരലോകത്തെക്കുറിച്ചോ മഹ്ശറയെക്കുറിച്ചോ സിറാത്തിനെ കുറിച്ചോ മീസാനിനെ കുറിച്ചോ നമുക്ക് പറയുന്നത് പോലും നമുക്ക് ഇഷ്ടമല്ല. എവിടെ പോയാലും മരണവും ഖബറും നരകവും പരലോകവും മഹ്ശറയും ഈ ഭയപ്പെടുത്തുന്ന വിഷയങ്ങളല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ എന്ന് ചിന്തിക്കുന്നവർ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ കുടിച്ചിട്ടിരിക്കുന്ന ഖബറ് കാണിച്ചിട്ട് പറയുന്നു, ഇങ്ങനെ ഒരു ദിവസം നിങ്ങൾക്കും വരും. ഞാൻ എൻ്റെ മനസാക്ഷിയോടും നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യം, അങ്ങനെ ഒരു ദിവസം നമുക്ക് വേണ്ടിയും ഖബറ് കുടിക്കും. ആ ചിന്തയൊന്നുമില്ലാതെ അള്ളാഹു തന്ന ആയുസ് അടിച്ചു പൊളിച്ച് ആസ്വദിച്ച് സുഖിച്ച് നടക്കുകയാ. മരിക്കേണ്ടവരാണെന്നുള്ള ചിന്തയൊന്നും നമുക്കാർക്കുമില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ ജീവിതം ആസ്വദിക്കാനുള്ളതാണെന്നാ എല്ലാവരും പറയുക. അത് അധികം പേരും പറയുന്നത് ജീവിതം ആസ്വദിക്കാനുള്ളതാ, സന്തോഷിക്കാനുള്ളതാ. മരണം വരുമ്പോ അവിടെ വെച്ച് കാണാം ജീവിതം ആസ്വദിക്കണമെന്ന് പറഞ്ഞ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹു തന്ന ആയുസ് ഇങ്ങനെ ആസ്വദിച്ച് തീർക്കുന്നവരോട് ചിരിയും കളിയും തമാശയും എപ്പുകത്ത് നോക്കിയാലും വല്ലാത്ത സന്തോഷമാണ്, വല്ലാത്ത കളിയാണ്. ചിരിക്കുന്ന മുഖത്തോടെ നടക്കുകയാണ് എൻ്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. ഒരുപാട് ചിരിക്കുമ്പോൾ, ഒരുപാട് സന്തോഷിക്കുമ്പോൾ, ഒരുപാട് ആസ്വദിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കുന്നത് നല്ലതാണ്. ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് കാലിൽ കിടക്കുന്ന ചെരുപ്പിൽ നോക്കാൻ പറയുന്നത്? കുല്ലും സബ്ബഹും ഫീ അഹ്ലിഹി
വൽമൗതു വദിനാ മിൻ ശിറാകി നഅലിഹി. നീ നിന്റെ കുടുംബത്തോടൊപ്പം നിന്റെ കൂട്ടുകാരോടൊപ്പം നീ ആസ്വദിക്കുകയാണ്, വല്ലാതെ ചിരിക്കുകയാണ്, വല്ലാതെ തമാശ പറഞ്ഞ് കളിക്കുകയാണ്. മോനെ, ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ, ഇടയ്ക്കിടയ്ക്ക് നിന്റെ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാണ് നോക്കാൻ പറയുന്നത്? ആ കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറുണ്ടല്ലോ, അത് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നോ, ഇതുപോലെ ഖാബിലുൽ അർവാഹ് മലക്ക് അസ്റായീൽ ഏതു നിമിഷവും നിന്റെ റൂഹ് പിടിക്കാൻ നിന്റെ പുറകെ നടക്കുകയാ. എപ്പോ വേണമെങ്കിലും മരണം കടന്നു വരുമടോ, ഏത് നിമിഷം വേണമെങ്കിലും ഈ വാഴ പറയുന്ന ഞാൻ ഇന്ന് പൂർത്തിയാക്കുമെന്ന് എനിക്ക് ഉറപ്പില്ല. ഈ സംഘാടക കാരണം പടച്ചവനെ, മനുഷ്യന്റെ കാര്യം അങ്ങനെയാണ്. അല്ലാഹുവേ, രോഗം വേണമെന്നുമില്ല, പടച്ചവനെ മരിക്കണമെങ്കിൽ ഇന്ന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. രോഗികളും ശരീരം തളർന്നു കിടക്കുന്നവര് മാത്രമല്ല മരിക്കുന്നത്, ഒരു രോഗവുമില്ലാത്തവന് പെട്ടെന്നങ്ങ് വീണ് മരിക്കുകയാ. ഒരു രോഗവുമില്ലാത്തവന് പടച്ചവനെ രാവിലെ കണ്ടവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല. അതാ പള്ളിയുടെ മിനാരത്തിൽ വിളിച്ചു പറയുന്നു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇന്ന മനുഷ്യനോ കഴിഞ്ഞ സഹോദരാ നിന്ന് നിപ്പിന് വീണ് മരിക്കുകയാണ്. ഏത് നിമിഷവും മരണം നമ്മളെ തേടി വരുമടോ, ആ വിഷയത്തിൽ ഒരാൾക്കും സംശയമില്ല. ഈ ലോകത്ത് കടന്നു വന്ന സർവ്വജനങ്ങൾക്കും സംശയമില്ലാത്ത ഒരു കാര്യമാണ്. ദൈവമുണ്ടെന്ന് പറയുന്നവനും ഇല്ല എന്ന് പറയുന്നവനും എല്ലാവർക്കും വിശ്വാസമുള്ള ഒരു കാര്യമാണ് മരണമുണ്ടെന്ന്. മരിക്കുമെന്ന് എല്ലാവർക്കും ഉറപ്പാണ്. ആ വിശ്വാസമില്ലാത്ത ആരുമില്ല. ദൈവമില്ലെന്ന് പറയുന്നവനും വിശ്വാസമുള്ള കാര്യമാണ് മരിക്കുമെന്ന്. കാരണം മരിക്കുമെന്ന് പറഞ്ഞതാരെന്നറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനാ. അതാണ് പറഞ്ഞത് മരിക്കുമെന്ന്. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് വ ഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിക അനിന്നാർ وأدخل الجنة فقد فاز وما الحياة الدنيا إلا متاع الغرور. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നു, എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ മരണത്തിൻ്റെ രുചി നമ്മളെല്ലാവരും അനുഭവിക്കേണ്ടവരാ. അള്ളാഹു നമ്മുടെ മരണം എളുപ്പമാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ മരണം നന്നാക്കി തരുമാറാകട്ടെ. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ദിവസം നമ്മളെല്ലാവരും മരിക്കും. ഈ ലോകത്ത് കടന്നു വന്ന സർവ്വചരാചരങ്ങളും ഒരു ദിവസം ഈ ലോകത്ത് നിന്ന് യാത്രയാകും. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ അവസാനം നന്നാക്കി തരുമാറാകട്ടെ. ഉറക്കപ്പറ നന്നാക്കി തരുമാറാകട്ടെ. എപ്പോഴാണെന്ന് നമുക്കറിയില്ല. ഏത് നിമിഷമാണ് നമ്മൾ മരിക്കുന്നതെന്ന് നമുക്കറിയില്ല. എപ്പോൾ വേണമെങ്കിലും മരണം എന്നെയും നിങ്ങളെയും തേടി വരാം. എപ്പോഴാണെങ്കിലും അള്ളാഹു നമുക്ക് ഈമാനുള്ള മരണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ മരണം കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്തു വെക്കണം. ആ മരണം നമ്മളെ തേടി എപ്പോൾ വേണമെങ്കിലും വരാം. ഏത് സമയത്താണ് വരുന്നതെന്നറിഞ്ഞാലേ നമുക്ക് തയ്യാറായിരിക്കാൻ പറ്റൂ. പക്ഷെ ഇതിൻ്റെ വിഷയമെന്ന് പറഞ്ഞാൽ എപ്പോഴാണെന്നറിയില്ല. ഞാൻ എൻ്റെ ഉമ്മയുടെ വയറ്റിൽ കിടന്ന്, എൻ്റെ ഉമ്മയുടെ ഗർഭാശയത്തിൽ കിടന്ന് 4 മാസമായപ്പോൾ അള്ളാഹു എൻ്റെ മരണം നിശ്ചയിച്ചിട്ടുണ്ട്. ഇരിക്കുന്ന ഓരോരുത്തരും തൻ്റെ മാതാവിൻ്റെ ഗർഭാശയത്തിൽ കിടന്നു മാസങ്ങളായപ്പോൾ ഒരു മലക്ക് വന്ന് റൂഹൂതി, ഒരു മലക്ക് വന്ന് റിസ്കെഴുതി, ഒരു മലക്ക് വന്ന് നമ്മുടെ ആയുസ്സെഴുതി. എത്രാമത്തെ വയസ്സിൽ എവിടെ കിടന്ന് എങ്ങനെ മരിക്കുമെന്ന് ഉമ്മാടെ ഗർഭാശയത്തിൽ കിടക്കുമ്പോഴേ അള്ളാഹു തീരുമാനിച്ചു വെച്ചിരിക്കുകയാ. അതെപ്പോഴാണെന്ന് അള്ളാഹുവിനെ അറിയൂ. അള്ളാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുഅ്മിനീങ്ങളെ, ആ അസ്റായിൽ നമ്മുടെ കണ്ണിൻ്റെ മുമ്പിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. പിന്നെ ചെയ്തിട്ട് കാര്യമില്ല, പിന്നെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. ആ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ മുമ്പിൽ വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട കാര്യമാണ്. നമ്മളിത് ചെയ്തു വെച്ചാൽ അൽഹംദുലില്ലാ നമ്മുടെ യാത്ര മനോഹരമാകും. അള്ളാഹു നമ്മുടെ മരണം നല്ല മരണമാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് ആ മരണം വരുന്നതിന് മുമ്പ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ നബിതങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നു.
അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങൾ ചെയ്തു വെക്കാനാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അവനാണ് ബുദ്ധിമാൻ, അവനാണ് വിജയിക്കുന്നവൻ. അവൻ ആ മരണം വരുന്നതിന് മുമ്പ് അതിനുവേണ്ടി തയ്യാറെടുക്കുക. എപ്പോഴാണെന്നറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മരണം വരുമ്പോൾ നമ്മൾ വല്ലാത്ത പേടിയും നിലവിളിയും സങ്കടവും പ്രയാസമൊക്കെയാണ്. എന്നാലും മരണം വരുമ്പോൾ നമ്മൾ റെഡിയായിരിക്കണം. അള്ളാഹു നമുക്ക് തയ്യാറാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു തയ്യാറാകാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ തയ്യാറാകേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? ആ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ മുമ്പിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്തു വെക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? നമ്മൾ ചെയ്തു വെക്കേണ്ട ഒന്നാമത്തെ കാര്യം എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവ്വാബൂൻ. നബി തങ്ങൾ പറയുകയാണ്, ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാ. ആദമിന്റെ മക്കൾ മുഴുവനും തെറ്റ് ചെയ്യുന്നവരാണ്. ആദമിന്റെ സന്താനങ്ങൾ മുഴുവനും തെറ്റു ചെയ്യുന്നവരാണ്. തെറ്റു ചെയ്യാത്ത ആരുമില്ലടോ, പാപം ചെയ്യാത്ത ആരുമില്ല. പടച്ചവനെ, ഞാനും ഒരുപാട് പാപങ്ങൾ ചെയ്തവരാണ്, നിങ്ങളും ഒരുപാട് തെറ്റുകൾ ചെയ്തവരാണ്. നമ്മളാരും മലക്കുകളല്ല, മനുഷ്യന്മാരാണ്. എല്ലാവരും തെറ്റു ചെയ്യുമടോ. പടച്ചവനെ, ചിലതാ അറിയുന്നു, ചിലതറിയുന്നില്ല. ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്തവരാണ്. ഇന്നത്തെ ഒരു ദിവസത്തെ കണക്ക് തന്നെ എടുക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഉറക്കപ്പായിൽ നിന്ന് എഴുന്നേറ്റത് മുതൽ കണ്ണുകൊണ്ട് കണ്ടത് പാപമാ, ചെവി കൊണ്ട് കേട്ടത് പാപമാ, നാവ് കൊണ്ട് പറഞ്ഞത് പാപമാ, കൈ കൊണ്ട് പിടിച്ചത് പാപമാ, കാലുകൊണ്ട് നടന്നത് പാപത്തിലേക്കാണ്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പോലും പാപമാണ്. ഇന്നത്തെ ഒരു ദിവസം നമ്മൾ ചെയ്ത പാപത്തിന്റെ കണക്ക് പോലും നമുക്ക് എടുക്കാൻ കഴിയുന്നില്ല. അത്രത്തോളം പാപങ്ങൾ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്നവരാണ്. എന്നാൽ എൻ്റെ പ്രിയപ്പെട്ട മുസ്ലിമേ, പാടില്ല. പടച്ചവനെ, ആ പാപങ്ങളിൽ ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? ആ പാപം ചെയ്യുന്നവനിൽ ഏറ്റവും നല്ല മനുഷ്യനാരെന്നറിയുമോ? ആ ചെയ്തു പോയ പാപം അല്ലാഹുവിന്റെ മുമ്പിൽ ഏറ്റു പറയുന്നവനാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എടോ അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ്, ആ മരണം നമ്മളെ തേടി വരുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം, നമ്മൾ തൗബ ചെയ്യണം സഹോദരാ. തൗബ ചെയ്യാതെ മരിക്കാൻ പാടില്ല. തൗബ ചെയ്യാതെ മരിക്കാൻ പാടില്ല. ആ തൗബയുടെ കവാടമടയ്ക്കുന്നതിന് മുമ്പ്, ആ തൗബയുടെ വാതിലടയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിൽ പശ്ചാത്തപിച്ച് മടങ്ങിയിട്ട് വേണം മരണപ്പെടേണ്ടതെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ചെയ്യണം സഹോദരാ. മരണം എപ്പോഴാണെന്നറിഞ്ഞാലല്ലേ തൗബ ചെയ്യാൻ പറ്റൂ. പക്ഷേ മരണം എപ്പോഴാണെന്ന് തിരിച്ചറിയാൻ കഴിയാത്തത് കാരണം ഏത് സമയത്തും വരുമല്ലോ, ഏത് രാത്രിയിലും കടന്നു വരുമല്ലോ. എപ്പോ വേണമെങ്കിലും ഈ വീഴുന്നത് പോലെ മരണം നിന്റെ മുമ്പിലേക്ക് കടന്നു വരാ. പടച്ചവനെ, അതിനു മുമ്പ് തൗബ ചെയ്യണമടോ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് മടിയാണ് അല്ലാഹുവിന്റെ മുമ്പിൽ ചെയ്തു പോയ പാപങ്ങൾ ഏറ്റുപറയാൻ. എന്തിനാ സഹോദരാ മടി കാണിക്കുന്നത്? എടോ, നമ്മൾ എത്ര വലിയ പാപം ചെയ്താലും അല്ലാഹു പുറത്തു തരാൻ കഴിവുള്ളവനല്ലേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാ, യാ അയ്യുഹല്ലദീന ആമനൂ. അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് പറയുകയാണ്, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാ, എൻ്റെ അടിമകളോട് പറഞ്ഞു കൊടുക്കു നബിയേ,
അങ്ങയുടെ ദാസന്മാരോട് പറഞ്ഞു കൊടുക്കൂ, അവരെത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപച്ച അല്ല പറയുമ്പോ നമ്മൾ എന്തിനാ ഭയപ്പെടുന്നത്, നമ്മൾ എന്തിനാ പേടിക്കുന്നത്? നമ്മൾ അല്ലാഹുവിന്റെ മുമ്പിലൊന്ന് പറയാ തയ്യാറായി പോരെ? ഇത് പറഞ്ഞാ തൗബ ചെയ്താ കിട്ടുന്ന പ്രതിഫലം എന്താ? മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സ്വഹാബത്തിനോട് തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുകയാണ്. നബി തങ്ങളെ തൗബയെ കുറിച്ച് പറഞ്ഞു കൊടുക്കുമ്പോ അതാ മായിസ് എന്ന് പറയുന്ന യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി മഹാനായ മായിസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് കടന്നു വരികയാ. നബിയേ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. മായിസ് എന്ന് പറയുന്ന സ്വഹാബി നബി തങ്ങളുടെ മുമ്പിൽ വന്ന് ചോദിക്കുകയാണ്. എന്തേ കാരണമെന്നറിയുമോ? മായിസ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനെ കേൾക്കാത്തത് പോലെ പറഞ്ഞു, പോമായിസേ പോമായിസേ. കാരണം എന്റെ പ്രിയപ്പെട്ടവരെ, വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ട് നബിതങ്ങളെ കേൾക്കാത്തതുപോലെ പോയി തൗബ ചെയ്യട്ടെ എന്ന് കരുതിയിട്ട് നബിതങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പറഞ്ഞു വിടുകയാണ്. മായിസ് മടങ്ങി പോവുകയാണ്, മായിസ് മടങ്ങി പോവുകയാണ്. മനസ്സിനൊരു സമാധാനമില്ല, കിടന്നിട്ടുറക്കം വരുന്നില്ല, പരലോകത്തെ കുറിച്ചുള്ള ചിന്ത കടന്നു വരികയാണ്. മായിസ് റളിയല്ലാഹു തആല അൻഹു വീണ്ടും നബിതങ്ങളുടെ മുമ്പിലേക്ക് മടങ്ങി വന്നു. യാ റസൂലല്ലാഹ്, മുത്തി നബിയേ, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, സ്വഹാബ, മായിസ് എന്തൊക്കെയോ വിളിച്ചു പറയുന്ന സ്വഹാബ, മായിസ് എന്തോ വിളിച്ചു പറയുന്നു. കള്ളു കുടിച്ചവരെ പോലെ എന്തൊക്കെയോ വിളിച്ചു പറയുകയാണ്. നിങ്ങളൊന്ന് നോക്ക് സഹാബ. സ്വഹാബത്ത് മായിസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ചാരത്തേക്ക് കടന്നു വന്നു. എന്നിട്ട് അവര് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മായിസ് കള്ളു കുടിക്കില്ല നബിയേ, മായിസ് കള്ളു കുടിക്കില്ല നബിയേ. മായിസ് എന്ന് പറയുന്ന സ്വഹാബി മൂന്നാമത് നബി തങ്ങളോട് പറയുകയാണ്, യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എനിക്കറിയാം എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമമെന്ന് എനിക്കറിയാം നബിയേ, എനിക്കറിയാം നബിയേ. പിന്നെ എന്തിനാണ് എല്ലാവരുടെ മുമ്പിൽ ഞാൻ നാണം കെടുമെന്ന് എനിക്കറിയാം, നാട് മുഴുവനും അറിയുമെന്ന് എനിക്കറിയാം, എല്ലാവരുടെ മുമ്പിലും നാണം കെടുമെന്ന് എനിക്കറിയാം. എന്നിട്ടും എന്തിനാണ് ഞാനിത് പരസ്യമായി അങ്ങയുടെ മുന്നിൽ വന്ന് ഏറ്റു പറയുന്നതെന്നറിയുമോ? യാ റസൂലല്ലാഹ്, അങ്ങ് പറഞ്ഞല്ലോ നബിയേ, അല്ലാഹു നീതിമാനാണെന്ന്, അല്ലാഹു നീതിമാനാണെന്ന് നിങ്ങളല്ലേ നബിയെ പറഞ്ഞത്? ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു ഒരാളെ 2 പ്രാവശ്യം ശിക്ഷിക്കുകയില്ല നബിയേ. ഈ ദുനിയാവിലെ ശിക്ഷ എനിക്ക് സഹിക്കാൻ കഴിയുന്നതാണ്, ഇതിനൊരവസാനമുണ്ട് നബിയേ, ഇതിനൊരവസാനമുണ്ട് നബിയേ. പടച്ചവനെ, മരണം കൊണ്ടെങ്കിലും ഇതിന് അവസാനമുണ്ടല്ലോ. എന്നാ അല്ലാഹുവിന്റെ നരകത്തിൽ അവസാനമില്ലല്ലോ, പരലോകത്തെ ശിക്ഷയ്ക്കൊരവസാനമില്ലല്ലോ, അവിടെ മരണമില്ലല്ലോ നബിയേ, അവിടെ മരണമില്ലല്ലോ നബിയേ. ഈ ദുനിയാവിലൊരു മരണമുണ്ട്, ആ മരണത്തോട് അതിനൊരവസാനമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് ഏറ്റു പറയുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ കരഞ്ഞുകൊണ്ട് പറയുമ്പോ, സഹോദരാ ചിന്തിക്കടോ,
അല്ലാഹുവിന്റെ പ്രവാചകൻ അവസാനം അവിടെ നിന്ന് വിധിക്കുകയാണ്, അതാ മായിസിനെ എറിഞ്ഞുകൊല്ലാൻ, മായിസ് എന്ന് പറയുന്ന സ്വഹാബിയെ എറിഞ്ഞുകൊല്ലാൻ. അല്ലാഹുവേ, സ്വഹാബത്ത് അവിടെ നിന്ന് മായിസിനെ എറിയുകയാണ്, കല്ലെടുത്തെറിയുകയാണ്. പടച്ചവനെ, ശരീരം വേദനിച്ചപ്പോ മായിസ് എന്ന് പറയുന്ന സ്വഹാബി ഓടുകയാണ്, മായിസ് എന്ന് പറയുന്ന സ്വഹാബി ജീവനും കൊണ്ട് ഓടുകയാണ്. സ്വഹാബത്ത് പുറകെ പോയി. പടച്ചവനെ, അവസാനം മായിസോടി രക്ഷപ്പെടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബത്ത് പറഞ്ഞു, യാ റസൂലല്ലാഹ്, മായിസ് ഓടി രക്ഷപ്പെട്ടു നബിയേ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. എവിടെയെങ്കിലും പോയി തൗബ ചെയ്ത് ജീവിക്കട്ടെ, എവിടെയെങ്കിലും പോയി തൗബ ചെയ്ത് ജീവിക്കട്ടെ. നബി തങ്ങളൊന്നും മിണ്ടിയില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ശരീരത്തിലൂടെ രക്തമൊലിപ്പിച്ചുകൊണ്ട് ഇലാ ഹളറത്തി റസൂലില്ലാഹ്, നബി തങ്ങളുടെ മുമ്പിലേക്ക് കടന്നു വരികയാണ് മായിസ്. നബിയേ, ശരീരം വേദനിച്ചപ്പോ മരണവെപ്ലാളത്തിൽ അറിയാതെ ഓടിയതാ നബിയേ, അറിയാതെ ഓടിപ്പോയതാ നബിയേ. അതുകൊണ്ട് എനിക്കുള്ള ശിക്ഷതാ നബിയേ, ഒരു കുഴിക്കകത്ത് ഇറക്കി നിർത്തിയിട്ട് എന്നെ എറിഞ്ഞുകൊല്ലാ പറ നബിയേ.